നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. ആഗോളതലത്തിൽ വിനോദസഞ്ചാര മേഖല വീണ്ടും അതിവേഗം മുന്നേറുകയാണ്. കോവിഡ് മഹാമാരി താൽക്കാലികമായി ഈ മേഖലയെ തകർത്തുവെങ്കിലും ഇന്ന് ലോകം വീണ്ടും യാത്രകളിലേക്ക് തിരികെ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രതിഫലനം കേരളത്തിലും വ്യക്തമാണ്. 2025 കേരളം സന്ദർശിച്ചത് ഏകദേശം 8 ലക്ഷത്തിലധികം വിദേശ ടൂറിസ്റ്റുകളാണ്. 2024 അപേക്ഷിച്ച് 11% വളർച്ച. ഇത് കേരള ടൂറിസം മേഖലയുടെ ഒരു വലിയ തിരിച്ചുവരവിന്റെ സൂചനയാണ്. എന്നാൽ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. കോവിഡിന് മുമ്പുണ്ടായിരുന്ന ഉയരങ്ങളിലെത്തുവാൻ എന്തുകൊണ്ട് ടൂറിസം മേഖലയ്ക്ക് ഇനിയും കഴിഞ്ഞില്ല എന്നത്. 2019 അപേക്ഷിച്ച് വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം ഇപ്പോഴും ഏകദേശം 30% കുറവിലാണ്. അതിനു പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. കോവിഡിന് ശേഷമുള്ള ആഗോള സാമ്പത്തിക പ്രതിസന്ധി, പണപ്പെരുപ്പം, യുക്രൈൻ യുദ്ധം, ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം പോലുള്ള ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ, കൂടാതെ ഉയർന്നു വരുന്ന വിമാന നിരക്കുകൾ, ഇവയെല്ലാം അന്താരാഷ്ട്ര യാത്രകളെ ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വെല്ലുവിളികളെ എല്ലാം മറികടന്ന് കേരളം മുൻപോട്ടേക്ക് പോവുകയാണ്. പ്രധാനമായും പ്രാദേശിക വിനോദസഞ്ചാരമാണ് കേരളത്തിൽ വലിയ ശക്തിയായി മാറിയിരിക്കുന്നത്. 2025 കേരളം സന്ദർശിച്ചത് ഏകദേശം 2.5 കോടിയിലധികം ആഭ്യന്തര ടൂറിസ്റ്റുകളാണ്. ഇത് 2024 അപേക്ഷിച്ച് 12%-ലധികവും 2019 അപേക്ഷിച്ച് 36%-ലധികവും വർധനയാണ്. കേരളത്തെ ടൂറിസം ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണവും ഇതാണ്. ഇന്ത്യയിലെ ആളുകൾ ഇപ്പോൾ രാജ്യത്തിനുള്ളിൽ തന്നെ യാത്ര ചെയ്യുവാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. മികച്ച റോഡ് സംവിധാനം, കൂടുതൽ വിമാന സർവീസുകൾ, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, ഓൺലൈൻ ബുക്കിംഗ് സംവിധാനങ്ങൾ, കൂടാതെ പ്രാദേശിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിനുകൾ, ഇവയെല്ലാം ഈ വളർച്ചയ്ക്ക് കരുത്തായി. അതായത് വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും കേരള ടൂറിസം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇനി ലക്ഷ്യം ഒന്നു മാത്രമാണ്: കോവിഡിന് മുമ്പുണ്ടായിരുന്ന ഉയരങ്ങൾ തിരിച്ചുപിടിച്ച് ലോക ടൂറിസം ഭൂപടത്തിൽ കൂടുതൽ ശക്തമായി വീണ്ടും നിലനിൽക്കുക എന്നത്.